സഹോദരനെ പോലെ നോക്കി നിങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം പറയാണ്, ഈ മദ്യപാനം നിശ്ചയമായി നിങ്ങളുടെ കുടുംബത്തെ തകർക്കും. യൗവനകാലത്ത് യൗവനക്കാരാ, നിന്റെ യൗവനത്തെ ആ ലഹരികൾക്ക് വിട്ടുകൊടുത്ത് നാശത്തിലേക്ക് വിതയ്ക്കല്ലേ. പടിഞ്ഞാറത്തറ ടൗണാണിത്. നമ്മുടെ പോലീസ് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ സഹോദരന്മാരും സഹോദരികളൊക്കെ ട്രാക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടേക്ക് പോയിട്ടുണ്ട്. ഇത് പടിഞ്ഞാറത്തറയുള്ള ഒരു വൈൻ ഷാപ്പാണ്. ഇന്ന് ഇവിടെയാണ് ബോധവൽക്കരണ സന്ദേശം പറയുന്നത്. മുൻപിലൊരു പോലീസ് വണ്ടിയൊക്കെ ഉണ്ട്. അവർ റൗണ്ട്സിങ് കഴിഞ്ഞ് പോകുന്ന തോന്നുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ പറയുന്നത്. ഒരു വർഷം 30,000-ഓളം പേർ ആത്മഹത്യ ചെയ്യുകയും അതിൽ ഏറ്റവും കൂടുതൽ നോക്കണമേ ആണുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിന്റെ എല്ലാ പ്രശ്നം എന്താണ് നോക്കുമ്പോൾ അവരുടെയൊക്കെ പുറകിൽ അനേക മദ്യപാനവും മയക്കുമരുന്നുകളും ലഹരികളുടെ അടിയിട്ടാണ് അവരെ അവർ വലിയ മരണത്തിലേക്ക് കൊണ്ടുപോയി ഇടുവാനിടയായത്. പ്രിയപ്പെട്ടവരെ, എന്റെ രണ്ട് ചെറിയ പൈതലുകളുണ്ട്. എന്റെ രണ്ട് പൈതൽ നിങ്ങൾ നോക്കണമേ. എത്രയോ കുടുംബങ്ങൾ നോക്കണമേ സ്വന്തം മക്കളെ നടുത്തരുവിൽ വിട്ട അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, മദ്യപാന മുഖാന്തരം ആ കുടുംബങ്ങളെ തന്നെ കൊല്ലുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന്റെ എല്ലാം പുറകിൽ നമുക്ക് കാണുമെങ്കിൽ അതിന്റെ ഒരേ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മദ്യപാന മുഖാന്തരം എത്രയോ കുടുംബങ്ങളെ കൊന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരും അതിൽ അടിച്ചാകരുത്. ഇന്ന് ഞാനും എന്റെ കുടുംബവും സന്തോഷമായിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഞാനും ഇതുപോലെ മദ്യപാനവും മയക്കുമരുന്നും കഞ്ചാവിലെല്ലാം അടിച്ചായിരുന്ന ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൽ വിശ്വസിക്കുകയെങ്കിൽ നിശ്ചയമായി നിന്റെ ജീവിതത്തിൽ മദ്യപാനത്തിൽ നിന്നും ലഹരികളിൽ നിന്നും പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. കാരണം യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, നാം പാപികളായിരുന്നിട്ടും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി താൻ മരിക്കുവാനിടയായി. പ്രിയ സഹോദരരെ, എന്റെ സ്വന്തം സഹോദരനെ പോലെ നോക്കി നിങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം പറയാണ്, ഈ മദ്യപാനം നിശ്ചയമായി നിങ്ങളുടെ കുടുംബത്തെ തകർക്കും, നിങ്ങളുടെ തലമുറയെ തകർക്കും, അതുപോലെ നിങ്ങളുടെ വംശത്തെ തകർക്കുവാനിടയാകും. അതുമാത്രമല്ല, നിങ്ങളുടെ മദ്യപാനം മുഖാന്തരം ഇനിയും അനേക കുടുംബങ്ങളെ തകർക്കുവാൻ കാരണമാകും. പ്രിയപ്പെട്ടവരെ, എത്രയോ ചെറുപ്പക്കാർ ഇന്ന് മദ്യപാന മുഖാന്തരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. ഈ ചെറുപ്പക്കാരെ കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിലും ഇതുപോലെ വലിയ ലഹരികൾക്ക് അഡിക്റ്റായിരുന്നവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവർക്കൊരു ലക്ഷ്യം പ്രാപിക്കുവാനുള്ള കാരണം എങ്ങനെയായിരുന്നു അറിയോ? ഒരു ദിവസം ഞാൻ വിളിച്ചു പറയുന്നത് പോലെ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാനിടയായി. യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസം എന്നുള്ളത് നോക്കണമേ, ഒരു മനുഷ്യൻ തന്നതുപോലെയല്ല. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ തിരിഞ്ഞാൽ നിശ്ചയമായി നമുക്ക് മാറ്റാൻ പറ്റാത്ത മദ്യപാനം ലഹരികളും യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ മാറ്റിപ്പിക്കുവാൻ കഴിയും. കാരണം എന്താ ചോദിച്ചാൽ, ഞാനൊരു കാലഘട്ടത്തിൽ മദ്യപാനം ലഹരിയിൽ അഡിക്റ്റായിരുന്നപ്പോൾ എനിക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയില്ലായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൽ ഞാൻ ആകർഷിച്ചപ്പോൾ, യേശുക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ, ആ രക്ഷ ഇന്നലെ ലഹരികളിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കുവാനിടയായി. നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളുടെ ആ മാരകമായ ലഹരികളിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എത്രയോ ചെറുപ്പക്കാർ ഇന്ന് മരിച്ച് മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഏകദേശം 4,000 പേർ വാഹന അപകടത്തിൽ മരിക്കുകയാണ്. ഈ 4,000 പേർ എടുത്തു നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മദ്യപാനം ലഹരികൾ ഉപയോഗിച്ചത് കൊണ്ടാണ്. മദ്യപിച്ച് കഴിഞ്ഞിട്ട് ഒരു മദ്യപാനമോ ഒരു ലഹരിയിൽ അഡിക്റ്റാകാതെ വ്യക്തികളുടെ മേത്ത് കൊണ്ട് കൊണ്ടുപോയി വാഹനം കയറ്റുക, അത് നിമിത്തം ആ വ്യക്തി മരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒത്തിരി പേരുടെ ജീവനെടുത്ത് ഒരു മാരകമായ ഒരു സാധാരണ ഒരു ആയുധത്തെയാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആയുധത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. നിശ്ചയമായി ഞാൻ പ്രാപിച്ച യേശുക്രിസ്തു, ഞാൻ അനുഭവിച്ച യേശുക്രിസ്തു നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിപ്പിക്കാൻ കഴിയും. യൗവനകാലത്ത് യൗവനക്കാരാ, നിന്റെ യൗവനത്തെ ആ ലഹരികൾക്ക് വിട്ടുകൊടുത്ത് നാശത്തിലേക്ക് വിതയ്ക്കല്ലേ. കാരണം ഒരു യൗവന കാലഘട്ടത്തിൽ എന്റെ ജീവിതം അതുപോലെ ആയിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൽ തിരിഞ്ഞപ്പോൾ യൗവനക്കാരാ, എന്റെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു സത്യം, ഒരു വാക്ക്
വാക്കാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 9,000 പേരോളം ആത്മഹത്യ ചെയ്ത് മരിക്കുന്നു. ഇവരെ അന്വേഷിച്ചു നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കുടുംബ പ്രശ്നമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മരിക്കുവാനുള്ള കാരണം. അങ്ങനെ കുടുംബ പ്രശ്നം എന്താണെന്ന് നോക്കുമ്പോൾ മദ്യപിച്ചിട്ട് ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നിട്ട് മദ്യപാനത്തിലും മയക്കുമരുന്നിലും അടിച്ചാവാത്ത സ്വന്തം ഭാര്യയെ കൊല്ലുന്നു. എന്തിന്? മക്കളെ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് കൊല്ലുന്നു. നോക്കണമേ, ഇതിനെല്ലാം കാരണം എന്താണെന്നറിയുമോ? ഈ മദ്യപാനമാണ്. ഒരുപക്ഷെ മദ്യപാനത്തിലും ലഹരികളിലും അടിച്ചാകാത്ത നോക്കണ ഭാര്യമാരും നോക്കണമേ, അവരുടെ ആപത്തിന് കാരണം ഈ മദ്യപാനമാണ്. നിങ്ങൾക്ക് ഇതിൽ രക്ഷപ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഈ വഴി നിങ്ങൾക്ക് വലിയ രക്ഷയാകും. നല്ല ഒരു ഉപദേശമല്ല നിങ്ങൾക്ക് പകർന്നു തരുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ വായിക്കുകയും അതിപ്രകാരം ജീവിക്കണമേ എന്ന് ഒരു സ്നേഹ സന്ദേശം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. എന്റെ വാക്കുകളെ കേട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളേവരും അനുഗ്രഹിക്കുമാറാകട്ടെ.